പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്, കുറെ കൊല്ലം പിന്നിലേക്ക്. ഫ്ലാഷ് ബാക്ക്. എന്താ ചെയ്തിരുന്നേ? ഏവിയേഷൻ കഴിഞ്ഞു എന്നൊക്കെ പറയണ്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അത്രയും വേണോ? ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? A few moments later. എന്താണിത്? സത്യം ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റ് എങ്ങനെ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. സീറ്റ് ബെൽറ്റ് അറിയത്തില്ല. ദൈവമേ, എനിക്കറിയാം. എന്റെ അടുത്തിരുന്നൊരു ഒരമ്മച്ചി ഉണ്ട്, എനിക്ക് സീറ്റ് ബെൽറ്റ് അറിയത്തില്ല. അതിനെ ഇങ്ങോട്ട് തുറക്കാൻ പറ്റും, തുറന്നിട്ട് എവിടെയാ കുത്തണ്ടെന്നറിയില്ല. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? സീറ്റ് ബെൽറ്റ് എവിടെ ഇടാൻ അറിയാവോ? എല്ലാം അറിയാവോ? തിരിച്ചു തന്നെ പോണെങ്കിൽ ഞാൻ എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുമെന്നാ ഞാനിപ്പോ ആലോചിക്കും. അതാണ് എന്റെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ. ഫ്ലൈറ്റ് കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടും? ഫ്ലൈറ്റിലെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ല, അത് പേടിയാണെന്ന് പറയുമ്പോൾ തന്നെ പേടി പിന്നെയും പോട്ടെ, പേടിയുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. സീറ്റ് ബെൽറ്റ് ഇടാനും തുറക്കാനും അറിയില്ല എന്ന് പറയുമ്പോ തന്നെ പൊളിഞ്ഞില്ലേ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ഏവിയേഷൻ പഠിച്ചു എന്നത് കള്ളമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പുള്ളിക്കാരി എയർ ഇന്ത്യ, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാൻ. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. അങ്ങനെ ആകെ മൊത്തം രേണുസുതി ഏകദേശം അല്ലേ ഇന്ന് ലൈവിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.